ബഹ്റൈനിൽ വേനൽക്കാല തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോട് ഇത്തവണ 99.96% സ്ഥാപനങ്ങളും സഹകരിച്ചതായി തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ ബന്ധങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഖിൽ അബു ഹുസൈൻ പറഞ്ഞു. ഗെറ്റ് എയർപോർട്ട്സ് റെഡി ഫോർ ഡിസാസ്റ്റർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ബഹ്റൈനിൽ തുടക്കമായി. ബഹ്റൈനിൽ മുഹറക്കിലെ ഹെയർ ഷാത്തിയ കടൽ മേഖലയിൽ മുത്തുവാരൽ മത്സരം സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജം കുട്ടികളുടെ വിഭാഗത്തിന്റെ ഇൻഡക്ഷൻ ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കും. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ KCA-BFC ഓണം പൊന്നോണം 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ ജിദാലി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മജ്ലിസ് സുന്നൂർ വാർഷികവും ഫാമിലി ക്ലാസും ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച ജിദാലി ദാറുൽ ഖുർആൻ മദ്രസ ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നത്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതരെന്ന് ഉത്തരാഖണ്ഡ് മലയാളി സമാജം പ്രസിഡന്റ് ദിനേശ്.